നമ്മളിപ്പോൾ രസം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു പ്രോസസ്സ് തീർന്ന് കുറച്ച് നേരമേ ഉള്ളൂ. അതിൻ്റെ ഭയങ്കര ദുരിതം നമ്മളിപ്പം ഒരു പിന്നെ ശബരിമലയിൽ പമ്പയിൽ നിന്ന് പിന്നെ ഇതുമായിട്ട് 200 കിലോ പഞ്ചാരയായിട്ട് പോകുന്ന കഴുത അവിടെ ചെന്നിട്ട് ഇത് ഇറക്കി വെക്കുമ്പോൾ തോന്നുന്ന ഒരു 2 മിനിറ്റ് നേരത്തേക്കുള്ളൊരു സുഖമുണ്ടല്ലോ, അത് കഴിയുമ്പോഴത്തേക്ക് മുതലാളിയെ അടുത്ത 200 കിലോ എടുത്ത് വെക്കുമ്പോൾ തീരും. മനസ്സിലായ എന്ന് പറയുന്നതൊക്കെ ഇതുള്ളൂ. പക്ഷെ അത് കിട്ടാൻ വേണ്ടിയുള്ള ചെറിയ ഹൈയാ. ഒരാള് ഓരോരുത്തർ പിള്ളേർ ഓരോ വേറെ അനധികൃതവും അൺഹെൽത്തി ആയിട്ടുള്ള ഹൈകളിലേക്ക് പോയി പിടിക്കുന്നത് എന്താ? ഈ 2 മിനിറ്റ് നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നേരത്തെ ആരോ എടുത്തുമ്പോൾ ഒരാൾ പറയുന്ന കുഴപ്പമില്ല, ഇത് വേറെ തന്നെ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും വീഴുക. ഇതാകുമ്പോൾ ആ പ്രശ്നം തീർക്കണമല്ലോ, അടുത്ത സാധനം എടുക്കുന്നു, അടുത്ത ഐഡിയ വന്ന് നമ്മുടെ തലയിൽ ഇരുന്ന് ഹലോ അടുത്ത പരിപാടി തുടങ്ങണ്ടേ എന്ന് പറയുന്നു. വീണ്ടും അടുത്ത ദുരിതമായിട്ട് വന്നിരിക്കും എന്ന് നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനുള്ള നേരം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് നമ്മൾ പറയുന്നു. അപ്പം അതിൻ്റെ അപ്പുറത്തേക്കുള്ള വേറെ ഐഡിയ എന്ന് പറയും, ഇത് തീർത്തിട്ട് വേണം നമ്മുടെ ആശാനെ നമുക്ക് മറ്റേതായിട്ട് ഇരിക്കേണ്ടത്. അപ്പം പിന്നെ നമ്മൾ ഈ പറയുന്ന കണക്ക് നമ്മൾക്ക് ആവശ്യക്കാർ വരുന്നു, മറ്റേ കണ്ടന്റ് ഒന്ന് സിനിമയാക്കിയാൽ എന്താ എന്ന് ചോദിച്ചിട്ട് വേറെ ഇത് ആൾക്കാർ വരുന്നു. അപ്പം നമ്മൾ പറയും അത് സിനിമയാക്കാൻ പറ്റുന്നൊരു സാധനമാണെന്ന്. അല്ലല്ല, അതിന് ഇന്ന സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഉത്സാഹമായിട്ട് നമ്മുടെ പിന്നാലെ അപ്പം ഇതെങ്ങനെ വരുന്ന ഒരു പ്രോസസ്സായത്.